സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ രാഹുൽ മാങ്കൂട്ട വിഷയത്തിൽ വമ്പൻ ടെസ്റ്റാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. എല്ലാം മാറി മറിഞ്ഞിരിക്കുകയാണ്. വാദി പ്രതിയാവുന്നു, പ്രതി വാദിയാകുന്നു. അങ്ങനത്തെ സിറ്റുവേഷനാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് ഏതെങ്കിലും കുറെ ചെറ്റ പെണ്ണുങ്ങളെ വിളിച്ച് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഭാവി തുലച്ചു കളയാമെന്ന് ചില രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിൽ വിശ്വസിച്ചു വരുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ കണ്ടതാണ്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യസ്നേഹിയെ എങ്ങനെയാണ് കേരള സമൂഹത്തിൽ അവർ മാനവും കെടുത്തി അവസാനം അദ്ദേഹത്തിന് കൊല്ലാക്കൊല ചെയ്ത് വിട്ടതെന്ന്. അപ്പോൾ ആദ്യം സരിതാ നായർ പറഞ്ഞ് എനിക്ക് അദ്ദേഹം പിതാവിനെ പോലെയാണ് ഉമ്മൻചാണ്ടി. അതേ നാവ് കൊണ്ട് തന്നെയാണ് അവൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞത് എന്നെ ഉമ്മൻചാണ്ടി പീഡിപ്പിച്ചു എന്ന്. അതുപോലെയാണ് ഇപ്പോൾ വി ഡി സതീശന്റെ കാര്യത്തിലും സംഭവിക്കാൻ പോകുന്നത്. വി ഡി സതീശൻ കേക്ക് മുറിച്ച് അവളുടെ അനി ജോർജിന്റെ വായിൽ വെച്ച് കൊടുക്കുന്നു. എനിക്ക് അദ്ദേഹം പിതാവിനെ പോലെയാണെന്ന് പറയുന്നത്. ഇതേ റിനി ജോർജ് അഭിപ്രായം മാറ്റി പറയും, വി ഡി സതീശൻ എന്നെ പീഡിപ്പിച്ചു എന്ന് പറയും. എന്തായാലും ശരി, നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടം, ചാണ്ടി ഉമ്മൻ, പി ടി ബൽറാം, അബിൻ വർക്കി, അങ്ങനെ അഭിജിത്ത്, ജിനീഷ്, അങ്ങനെ കുറച്ച് പി കെ ഫിറോസ്, യു ഡി എഫിന്റെ കുറച്ച് ചെറുപ്പക്കാർ വന്നിട്ട് യുവ തുർക്കികൾ വന്നിട്ട് യു ഡി എഫിനും കോൺഗ്രസിനും മുസ്ലിം ലീഗിനും എല്ലാം പ്രത്യേകമായ ഒരു ഉണർവുണ്ടായ ഒരു സമയമാണ്. അവര് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായപ്പോഴും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്ന സമയത്തും ഇവരെല്ലാം കൂടെ കൂട്ടായി പ്രവർത്തിച്ച് വളരെയധികം ജനങ്ങളുടെ സ്വാധീനം ചെലുത്തി യു ഡി എഫിന് ഒരു പ്രതീക്ഷ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേരള സമൂഹത്തിൽ, കേരള രാഷ്ട്രീയത്തിൽ തന്നെ പ്രത്യേകമായ ഒരു ഉണർവ് ഇവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. ആ യുവനിരയെ എങ്ങനെ തകർക്കാമെന്ന് മാർക്സിസ്റ്റ് പാർട്ടി ആലോചിച്ചപ്പോഴാണ് ആദ്യം നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ തന്നെ പിടിച്ചത്. രാഹുൽ മാങ്കൂട്ടം എന്ന ഉശിരുള്ള രോഷമുള്ള നല്ല ഒരു ചെറുപ്പക്കാരനായിരുന്നു. അദ്ദേഹത്തിനെ പെടുത്തി, പെണ്ണുങ്ങളെ പെടുത്തി. അപ്പോൾ ആദ്യം പറഞ്ഞ് ഗർഭം ഉണ്ടാക്കി എന്ന് പറഞ്ഞു. ഗർഭം ഉണ്ടാക്കിയ പെണ്ണിനെ തിരക്കി നടന്നിട്ട് ഇപ്പൊ ഗർഭം ആർക്കാണ് ഉണ്ടായെന്ന് അറിയാൻ വയ്യ. അങ്ങനെ ഒരു പെണ്ണ് വരുന്നില്ല. അപ്പോൾ ചർച്ച നടന്നതായിട്ട്, ടെലിഫോൺ സംഭാഷണം നടന്നതായിട്ട് അവർ ടെലിഫോൺ സംഭാഷണം ആർക്കെതിരെയും ഏത് സൗണ്ടിലും സംസാരം ഉണ്ടാക്കാൻ കഴിയും. അതൊന്നും വലിയ കാര്യമൊന്നുമല്ലോ ഇപ്പോഴത്തെ കാലത്ത്. എന്തായാലും ശരി, പെണ്ണില്ല. ഇപ്പോ ഗർഭം ഉണ്ടായ പെണ്ണിനെ ഇപ്പൊ കാണാനില്ല. പിന്നെ ഈ റിനി ജോർജ് എന്ന് പറയുന്ന ഈ പെൺകുട്ടി ലോകത്ത് ആദ്യമായിട്ട്